നമസ്കാരം. യൂണിക് ബിൽഡേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് എമർജിങ് ടെക്നോളജി ആയിട്ടുള്ള AI കൺസ്ട്രക്ഷനിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത്. ഈ ഇൻഡസ്ട്രിയെ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ചില ഏരിയകളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതും ടെക്നോളജി എങ്ങനെയാണ് നമ്മളെ കൺസ്ട്രക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് AI ഇപ്പോൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ഭാഗത്ത് AI പവർഡ് ഡിസൈൻ ആൻഡ് പ്ലാനിങ് സിസ്റ്റം ടൂൾസ് ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ആൻഡ് പ്ലാനിങ്ങിലാണ് ഇപ്പോൾ AI ആദ്യമായി കൺസ്ട്രക്ഷനിലേക്ക് കാല് വച്ചിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിലേക്ക് എത്തിയിട്ടുള്ള ചില കാര്യങ്ങളും ഇവിടെ ചില ആളുകൾ പ്രായോഗികമാക്കാൻ തുടങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ ഞാൻ പറയാം. ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതും കൂടെ നമുക്ക് പറയാം. പക്ഷേ എന്നാലും AI എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും സ്വാധീനം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. വളരെ ഒരു 5 വർഷമൊന്നും വേണ്ടി വരില്ല, നല്ലൊരു മാറ്റത്തിലേക്ക് അത് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ജനറേറ്റീവ് ഡിസൈൻ അൽഗോറിതംസ്, അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. ജനറേറ്റീവ് ഡിസൈൻ അൽഗോറിതംസ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഉണ്ട് എന്ന് വെച്ചോളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിനെ കണ്ട് പ്ലാൻ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ വരുമ്പോൾ ഞാൻ സാധാരണ ചോദിക്കുന്ന കുറേ ബേസിക് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ തയ്യാറാക്കുന്നത്. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അവരുടെ നീഡ് എന്താണ്, അവരുടെ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ AI എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സൈസ്, ഇത്ര സൈസിൽ ഒരു വീട് വേണം, അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് നമുക്ക് വേണം, അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൽ ഇത്ര ബഡ്ജറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു വീട് വേണം, ഇന്ന പർപ്പസ് ആയിരിക്കണം ആ മറ്റൊരു ബിൽഡിംഗ് ആണ്, ഇന്ന പർപ്പസാണ് ആ ബിൽഡിങ്ങിനെങ്കിൽ എങ്ങനെയായിരിക്കും. ഇത്രയും ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്ലാൻ ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബേസിക്കായിട്ട് എനിക്ക് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്, എനിക്ക് 50 ലക്ഷം രൂപയ്ക്കൊക്കെ നിൽക്കണം, അതിനകത്ത് ഇങ്ങനെയൊക്കെ വേണം എന്ന് നിങ്ങൾ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയും ആ പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ടൊരു വീട്